ഹലോ, ഞാനിന്നൊരു റെസിപ്പി കാണിക്കാവേ. വെണ്ടയ്ക്ക വെച്ചിട്ട്. സാധാരണ എല്ലാവർക്കും വെണ്ടയ്ക്ക വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഞോളപ്പ് കാരണമാണ്. അപ്പം ഞാനിന്ന് ഇതിൻ്റെ ഞോളപ്പൊന്നും ഇല്ലാതെ ഒരു റെസിപ്പി കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഈ വെണ്ടയ്ക്ക തുടച്ചെടുക്കണം. തുടച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഞോളപ്പ് ഒരു 90% നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ വെണ്ടയ്ക്കയുടെ രണ്ടറ്റവും നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇത് 4ആയിട്ട് കീറണം. അപ്പോൾ 4ആയിട്ട് കീറുമ്പോൾ അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ പെട്ടെന്ന് ഇത് ക്രിസ്പായിട്ട് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി ചെറിയ പീസ് ആക്കുകയും വേണ്ട. അങ്ങനെ ഒരു 4ആയിട്ട് കട്ട് ചെയ്ത് എല്ലാ പീസസും നമുക്ക് എടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ആ കുരുവെല്ലാം നമുക്ക് മാറ്റാനും പറ്റും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗരം മസാല, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കടലമാവിൻ്റെ പൊടിയാണ് ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മളത് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതി. ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. പണ്ട് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ എണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിള്ളേർക്കാണെങ്കിലും കൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെണ്ടയ്ക്ക മൊത്തം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മളിത് ഇളക്കാതെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വെക്കുക. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാക്സിമം ഇത് അധികം ഇളക്കാതിരിക്കുക. ഇളക്കുമ്പോഴും ഞോളപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ഇളക്കാണ്ട് അതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടാൻ പാകത്തിന് വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം യോജിപ്പിച്ച് അപ്പോൾ ഇപ്പോൾ തന്നെ അത് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ലാസ്റ്റ് ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് കുറച്ച് കപ്പലണ്ടി കൂടി പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കണ്ടു ഇപ്പോൾ ഈ ഒരു നല്ല ടെക്സ്ചറിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഒരു പുളിയും ഉണ്ടാവും, ഉപ്പും ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനായിരിക്കും. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.